ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലാക്ക് എയ്ഡ് സൂസൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നിറയെ പൂക്കളൊക്കെ തരുന്ന നല്ല കറുത്ത കണ്ണുകളൊക്കെ ഉള്ള നല്ല സുന്ദരി ചെടിയാണ് ബ്ലാക്ക് എയ്ഡ് സൂസൻ. അപ്പോൾ നമുക്ക് ഇന്ന് ബ്ലാക്ക് എയ്ഡ് സൂസൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. കാണാൻ കേട്ടോ നമ്മുടെ ബ്ലാക്ക് എയ്ഡ് സൂസൻ വലിയ ചെടിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പം നമ്മൾ പറിച്ച് കളഞ്ഞു, പുതിയ ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അത് ഒരുപാട് വലുതായി അതിൻ്റെ പൂക്കളൊക്കെ കഴിയുമ്പോൾ നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് പുതിയ ചെടി നട്ടു കൊടുക്കണം കേട്ടോ. ഇത് ഒരു കുട്ടിത്തൈ ഈ ഒരു പോട്ടിനകത്ത് ഉണ്ടായി വന്നിട്ടുള്ളൂ. എന്നാലും ഇതിൽ നിറയെ മുട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അതിൻ്റെ മുട്ട് കണ്ടോ, നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാട്ടോ ഈ ബ്ലാക്ക് എയ്ഡ് സൂസൻ. പിന്നെ ആദ്യമേ തന്നെ പറയാം, വയനാട് ഇടുക്കിയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് നട്ട് പരിപാലിക്കൊന്നും ചെയ്യാതെ ഈ ബ്ലാക്ക് എയ്ഡ് സൂസൻ നിറയെ ഉണ്ടായിക്കോളൂ കേട്ടോ. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. പിന്നെ നമ്മൾ പറയുന്ന ഈ കെയറൊക്കെ പറയുമ്പം അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് നട്ടുപിടിപ്പിക്കുമ്പം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇത് മുഴുവൻ നമ്മുടെ ബ്ലാക്ക് എയ്ഡ് സൂസൻ്റെ തൈകളാണ്. ഇവിടെയായിരുന്നു നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ചെടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ് ചാടിയിട്ട് മുഴുവൻ കിളുത്തേക്കുന്നതാണ് കേട്ടോ ഈ തൈകൾ മുഴുവനും. അപ്പോൾ ഇതുപോലെ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഇതുപോലെ പറമ്പിലൊക്കെ നിറയെ വിത്ത് ചാടി ഇഷ്ടം പോലെ ചെടികളുണ്ടാവും. പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്തു കൊടുക്കാണ്ട് തന്നെ നിറയെ പൂക്കളുണ്ടാവും. ആയിരക്കണക്കിന് തൈകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ, പോട്ടിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കമ്പൊക്കെ കുത്തി കൊടുത്തോ അല്ലെങ്കിൽ ചെറിയ പന്തൽ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും അത് നിറയെ പൂക്കളുണ്ടാവും. പിന്നെ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഉണ്ടാകുന്ന അത്ര പൂക്കളൊന്നും വേറെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നട്ടാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എങ്കിലും ഉണ്ടാവും, പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോട്ടിലൊക്കെ നട്ടു കൊടുക്കുമ്പം നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം ബ്ലാക്ക് എയ്ഡ് സൂസനെ. അപ്പോൾ പിന്നെ വേണ്ടത് നല്ല വെയിലാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇതിനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. ഒരു ഭാഗികമായിട്ടുള്ള ഒരു വെയിലെങ്കിലും കിട്ടണം ബ്ലാക്ക് എയ്ഡ് സൂസൻ നന്നായിട്ട് വളർന്ന് പൂവിടണമെങ്കിൽ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പം മണ്ണും മണലും ചാണകപ്പൊടിയും ഉള്ള ഒരു പോട്ടിംഗ് മിക്സിൽ നമുക്ക് നട്ടു കൊടുക്കാം. വേണമെങ്കിൽ ഇച്ചിരി ചകിരിച്ചോറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ വെയിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ്. വെള്ളം അത്യാവശ്യം എന്നും തന്നെ നനച്ചു കൊടുക്കണം എന്ന് കരുതി ചോട്ടിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും. അതുപോലെ തന്നെ വെയിൽ ഓവറാവാനും പാടില്ല കേട്ടോ. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണ്. അങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഉണങ്ങിപ്പോവും, വെള്ളം കൂടിയാലും പ്രശ്നം. അപ്പോൾ നമുക്കൊരു മിതമായ നിരക്കിലുള്ള വെള്ളം എപ്പോഴും ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ ഈ പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും ചെറിയൊരു താങ്ങ് കൊടുത്താൽ മാത്രം മതി. അതേ കയറി ഇഷ്ടം പോലെ നിറയെ പൂക്കളുണ്ടായിക്കോളും. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഇങ്ങനെ സീഡ് ചാടി തന്നെ മുഴുവൻ നിറയെ കിളുത്തോളും. ഇതിപ്പോൾ ആ ചെടിയെ അന്നേരം ചാടിയത് കാരണം നിറയെ തൈകളുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറേ പഴകിയിട്ട് പാകിയിട്ടുണ്ടെങ്കിൽ കിളുക്കാൻ സാധ്യതയില്ല. അപ്പം തന്നെ നമ്മൾ പാകി കൊടുക്കണം. പിന്നെ തണ്ട് വെച്ച് പിടിക്കുന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇവിടെ അങ്ങനെ തണ്ട് വെച്ച് പിടിപ്പിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. കാരണം നമുക്കിങ്ങനെ വിത്ത് ചാടി ഇഷ്ടം പോലെ തൈകൾ ഉണ്ടായി കിട്ടും. ഈ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ തൈ നട്ടു കൊടുക്കുക. ഇത് മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രമുള്ളൊരു പോട്ടിംഗ് മിക്സാണ്. വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ തൈ പറിച്ച് വെച്ച് കൊടുക്കാതെ നല്ല തൈകൾ നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ, നല്ല തൈ കിട്ടിയിട്ടുണ്ട്.
ഒന്ന് 2 തൈയും കൂടെ നമുക്ക് കൊടുക്കാം. ഒരു തൈയൊക്കെ മതി കേട്ടോ, എന്നാൽ തന്നെ നിറയെ ഉണ്ടായിക്കോളും. എന്നാലും നമുക്ക് 1-2 തൈയും കൂടെ പറിച്ച് വെച്ച് കൊടുക്കാം. ഇതുണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ. ഉണ്ടോ, ഇഷ്ടം പോലെ ആയിരക്കണക്കിന് തൈകളാണ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ മുഴുവൻ പറിച്ച് ഇങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു പൂങ്കാവനം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ തൈ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തൈയേ വെച്ചിട്ടുള്ളേ. ഒരു തൈ തന്നെ മതി നമുക്ക്, വലിയ നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും. ഞാൻ 2 തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി തൈകളൊക്കെ നമുക്ക് പറിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇത് പിന്നെ മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഐഡ് സൂസൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ. അപ്പം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഐഡ് സൂസൻ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റും കേട്ടോ. നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം. അതുപോലെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കണം. പിന്നെ അത്യാവശ്യം നന്നായിട്ട് നനച്ചും കൊടുക്കണം. വെള്ളം കൂടിപ്പോകരുത്, അതുപോലെ കുറഞ്ഞും പോകരുത്. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നല്ലൊരു താങ്ങും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഐഡ് സൂസൻ നന്നായി വളർന്ന് നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇടയ്ക്ക് ഒരിച്ചിരി ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മീലിബഗിൻ്റെ മുഞ്ഞയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അതിന് നമുക്ക് വേപ്പെണ്ണ എമൽഷനൊക്കെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബ്ലാക്ക് ഐഡ് സൂസൻ നന്നായിട്ട് വളർത്താൻ പറ്റുമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.